ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷമായി. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം എൻ്റെ സാലറി വെറും 16,000 രൂപയായിരുന്നു. ഇന്ന് എൻ്റെ CTC അന്ന് കിട്ടിയതിനേക്കാൾ എത്രയും മടങ്ങ് കൂടുതലാണ്. പക്ഷേ നല്ലൊരു സാലറി കിട്ടുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ വെൽത്ത് ബിൽഡ് ചെയ്യുകയാണ് എന്നാണ് അർത്ഥം? അല്ല. പക്ഷേ മറ്റുള്ളവരെക്കാളും വളരെ നേരത്തെ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ IT സാലറിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു 10 റീസൺസ് കാണിച്ചു തരാം. എന്ത് കാരണം കൊണ്ടാണ് 15, 20, 30 LP ഒക്കെ സാലറി വാങ്ങുന്ന മിക്ക IT എംപ്ലോയീസും അവരുടെ ലൈഫ് മുഴുവൻ മിഡിൽ ക്ലാസ് ആയി തുടരുന്നത് എന്നുള്ളതിൻ്റെ റീസൺ. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? സമയം ഒത്തിരി വൈകുന്നവരെ നമ്മളിൽ മിക്ക ആൾക്കാരും ഇതൊന്നും റിയലൈസ് ചെയ്യില്ല. നമ്പർ 1, സാലറി ഇൻഫ്ലേഷൻ വേഴ്സസ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സാലറി 16,000 രൂപയായിരുന്നു. ബാംഗ്ലൂരിലായിരുന്നു ഞാൻ കരിയർ തുടങ്ങിയത്. ഞാൻ ഹാപ്പി ആയിരുന്നു, എനിക്ക് സുഖമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഹൈക്ക് വന്നു, എൻ്റെ കമ്പനി ചേഞ്ച് ചെയ്തു. അങ്ങനെ 20,000, 30,000, 50,000 അതങ്ങനെ കൂടി വന്നു. പക്ഷേ അപ്പോഴാണ് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യം സംഭവിച്ചത്. എൻ്റെ ഇൻകം കൂടുന്തോറും എൻ്റെ ചിലവുകളും കൂടി. പുതിയ ഫോൺ, കുറച്ചുകൂടി നല്ല ക്ലോത്ത്സ്, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് കൂടി. ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ആരും മുന്നറിയിപ്പ് തരില്ല. നമ്മുടെ സാലറി കൂടും, പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിനേക്കാൾ വേഗത്തിൽ കൂടും. അതുകൊണ്ട് നിങ്ങൾ എത്ര ഏൺ ചെയ്യുന്നു, അതിലെത്ര സേവ് ചെയ്യുന്നു, എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ആ ഒരു ഗ്യാപ്പില്ലേ, അതെപ്പോഴും ഏകദേശം ഒരുപോലെ തന്നെ നിൽക്കും. അത് ഇത്ര മാത്രമാണ്. ഞാൻ എൻ്റെ സാലറിയുടെ 5% ഒരു ഫണ്ട് ബജറ്റായിട്ട് മാറ്റിവെച്ചു. മൂവീസ്, പുറത്തുനിന്നുള്ള ഫുഡ്, എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങുന്ന കാര്യങ്ങൾ എല്ലാം ആ 5% നിന്നാണ് ചെയ്തിരുന്നത്. ബജറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ മാസം വേറെ സ്പെൻഡിങ്ങുകളൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ ഗോൾസ് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ആ ബജറ്റ് 10% ഞാനിപ്പോൾ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ആദ്യം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിനെ കൺട്രോൾ ചെയ്തു, പിന്നെയാണ് അതിലേക്കുള്ള എമൗണ്ട് ഞാൻ കൂട്ടിയത്. നമ്പർ 2, ദ EMI ട്രാപ്പ്. ഇത് വളരെയേറെ ഡേഞ്ചറാണ്. കാര്യം ഇത് നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മൾ നല്ല റെസ്പോൺസിബിൾ ആണെന്ന് നമ്മളെ കൊണ്ട് തോന്നിക്കും. ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാഷ് മൊത്തമായി ചിലവാക്കുന്നില്ലോ, ഞാൻ EMIs ആയിട്ടല്ലേ അടയ്ക്കുന്നത്, അതൊക്കെ എൻ്റെ സാലറിയുടെ ഒരു ചെറിയൊരു എമൗണ്ടല്ലേ വരുന്നത്, അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതാണ് ആ EMIസിൻ്റെ മെക്കാനിസം. ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ? നിങ്ങളിതൊരു ഏൺ ചെയ്യാത്ത പണമാണ് നിങ്ങളിവിടെ ചിലവാക്കുന്നത്. അതായത് ഫോണിൻ്റെ EMI, കാർ EMI, ഫർണിച്ചർ EMI, ചിലപ്പോൾ വെക്കേഷൻസ് വരെ നമ്മൾ EMIയിൽ വാങ്ങിക്കും. മാസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് സാലറിയുടെ 40 മുതൽ 50% വരെ EMIs അടയ്ക്കാൻ പോകുന്ന കൊളീഗ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള ക്യാഷോ, അത് ആ മാസം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അല്ലാതെ ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് അവർക്ക് വെൽത്ത് ഒന്നും ബിൽഡ് ചെയ്യാനും കഴിയില്ല. ആ സാധനങ്ങളൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നൊരു ഫീല് EMIs നമുക്ക് വരും. പക്ഷേ ആക്ച്വലി അതങ്ങനെ ആവണമെന്നില്ല. നമ്പർ 3, നോ ഇൻവെസ്റ്റിംഗ് നോളജ്. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. കുറേ കാലം സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് RD, LIC, ചിട്ടി അതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട്. സേവ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ FDയും മ്യൂച്വൽ ഫണ്ടും അല്ലെങ്കിൽ RDയും തമ്മിലുള്ള ഡിഫറൻസ് പോലും എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. SIP എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ആരും നമുക്കൊന്നും ഒരു കാലത്തും പഠിപ്പിച്ചിട്ടില്ല. ഈ സ്കൂളിൽ പഠിപ്പിക്കില്ല, കോളേജിൽ പഠിപ്പിക്കില്ല, നമ്മുടെ കമ്പനീസിലും ഇതൊന്നും നമ്മളെ പഠിപ്പിക്കില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കാശ് വെറുതെ LICയിൽ കിടക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്യാരണ്ടീഡ് ഇൻകം സ്കീംസിൽ കിടക്കും. കിട്ടുന്ന ഒരു 3% അല്ലെങ്കിൽ 4% ഒക്കെ റിട്ടേൺ ആയിരിക്കും. എല്ലാ വർഷവും ഇൻഫ്ലേഷൻ ഒരു 6 മുതൽ 7% വരെയൊക്കെയാണ് ആവറേജ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിൻ്റെ വാല്യൂ 6% മുതൽ 7% വരെ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ പൈസ സേവ് ചെയ്യുകയാണ്, പക്ഷേ ആക്ച്വലി നിങ്ങളുടെ ക്യാഷ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും. മിക്ക IT എംപ്ലോയീസും സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്നത് തന്നെ 30 അല്ലെങ്കിൽ 35 വയസ്സിന് ശേഷമാണ്. അതായത് ഒരു 8 മുതൽ 10 വർഷത്തെ ഏണിങ്സ് വെറുതെ വേസ്റ്റ് ആയിപ്പോയി. ഞാൻ എക്സാക്ട്ലി ഇതുപോലെ തന്നെ ആയിരുന്നു. എൻ്റെ ക്യാഷ് മുഴുവനും RDയിലും LICയിലും ചിട്ടിയിലും ഒക്കെ ആയിരുന്നു. പിന്നെ 2020 ഞാൻ സീരിയസ്ലി ഇൻവെസ്റ്റിംഗ് പഠിക്കാൻ തുടങ്ങി. ആ പഴയ സ്കീംസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ പൈസ മ്യൂച്വൽ ഫണ്ടിലേക്കും ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ മാറ്റി. ആദ്യം ചെറിയ എമൗണ്ട്, പിന്നെ കോൺഫിഡൻസ് കൂടിയപ്പോൾ സ്ലോലി ആ എമൗണ്ട് കൂട്ടി വന്നു. അന്ന് ആ എമൗണ്ട് കൂട്ടിയത് ഞാനൊരു എക്സ്പെർട്ട് ആയിട്ടൊന്നുമല്ല, പക്ഷേ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഡിഫറൻസ്. സോ നമ്മൾ SIP തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങളുടെ കൊളീഗ്സിനോടോ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോടോ ചോദിച്ചിട്ട് ഏത് മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്നൊക്കെ തീരുമാനിച്ചിട്ട് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യൂ. ഒരു 500 രൂപ, 100 രൂപയിൽ തൊട്ട് നമുക്ക് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. സോ നമ്പർ 4, ഓൺലി വൺ സോഴ്സ് ഓഫ് ഇൻകം. എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച കാര്യം ഇതാണ്. ഒരൊറ്റ ജോലി, ഒരൊറ്റ സാലറി, ഒരൊറ്റ സോഴ്സ് ഓഫ് ഇൻകം. അത് നിന്നാൽ പിന്നെ എല്ലാം തീർന്നു. EMIs മുടങ്ങും, SIP മുടങ്ങും, ലൈഫ് സ്റ്റൈൽ നിൽക്കും, എല്ലാം. വലുതും ചെറുതായിട്ടുള്ള കമ്പനീസിലുള്ള ലേ ഓഫ്, ബെഞ്ച് സിറ്റുവേഷൻസ്, ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു എൻ്റർ ടീമിനെ തന്നെ പിരിച്ചുവിടുന്നു. ഞാനന്ന് മനസ്സിലാക്കിയ കാര്യം, ഒരൊറ്റ സാലറിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും സ്റ്റെബിലിറ്റി അല്ല. അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടും കണ്ടില്ല എന്നടിക്കുന്ന
വളരെ വലിയൊരു റിസ്ക് ആണ്. ശരിക്കും വെൽത്ത് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് എപ്പോഴും ഒന്നിൽ കൂടുതൽ ഇൻകം സോഴ്സസ് ഉണ്ടാവും. അതൊരു സൈഡ് പ്രോജക്റ്റ് ആവാം, കണ്ടന്റ് ആവാം, അല്ലെങ്കിൽ ട്രേഡിംഗ് ആവാം, ഫ്രീലാൻസിങ് ആവാം, അങ്ങനെ എന്തെങ്കിലും. പക്ഷേ ഭൂരിഭാഗം IT എംപ്ലോയീസ് എന്താ ചെയ്യുന്നത്, അവരവരുടെ ജീവിതം മൊത്തം ഒരൊറ്റ സാലറിയിൽ കൊണ്ടുപോയി വയ്ക്കും. എന്നിട്ട് ആ ജോലിക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ സാലറി ഇല്ലാതെ ഡിവിഡൻഡ് ഇൻകം ഉണ്ട്, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ഞാൻ എൻ്റെ ട്രേഡിൻ്റെ ഒരു ഭാഗം ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ തന്നെ ഓടുന്നുണ്ട് തനിയെ. അതുമാത്രമല്ല, ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ആക്ച്വലി എനിക്ക് മറ്റൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. ഞാനത് തനിയെ കുറേശ്ശെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും വലിയൊരു എമൗണ്ട് ആയിട്ടൊന്നും എനിക്ക് കിട്ടില്ല. പക്ഷേ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സാലറി എന്തെങ്കിലും ഒരിക്കലും നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സീറോ ആവില്ല. സോ നമ്പർ 5, വീക്കെൻഡ് വേസ്റ്റിംഗ്. വീക്കെൻഡ്സ് മുഴുവൻ ഇരുന്ന് വർക്ക് ചെയ്യണമെന്നും ഞാൻ എവിടെയും പറയുന്നില്ല. പക്ഷേ ഓണസ്റ്റ്ലി ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ വീക്കെൻഡിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? അതിന് തൊട്ടുമുള്ള വീക്കെൻഡിലോ? മിക്ക IT എംപ്ലോയീസും സാറ്റർഡേ ചിലവാക്കുന്നത് ആ ആഴ്ചത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടാണ്. സൺഡേ കഴിഞ്ഞ സാറ്റർഡേയുടെ ക്ഷീണം മാറ്റാനും. അപ്പോഴേക്കും വീണ്ടും അടുത്ത മൺഡേ എത്തും. ഒരു വർഷത്തിൽ 52 വീക്കെൻഡ്സ്, അതായത് 104 ദിവസം, ഏകദേശം 3.5 മാസം. ഇതിൻ്റെ ഒരു 20% എന്തെങ്കിലും പുതിയതായിട്ട് ലേൺ ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് തന്നെ ചെയ്താൽ ഒരു 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റു സ്ഥലത്തായിരിക്കും. പക്ഷേ അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ 104 ദിവസങ്ങളും വെറുതെ ഡിസപ്പിയർ ആവും എല്ലാ വർഷവും. ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. സാറ്റർഡേയ്സും സൺഡേയ്സും ഞാൻ 4:30ക്കാണ് എഴുന്നേൽക്കുന്നത്. 4 മുതൽ 7 മണി വരെ എൻ്റെ സൈഡ് പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യും. 7 ആകുന്നതോടെ ഫാമിലി എഴുന്നേക്കും. പിന്നെ ഞാൻ ബാക്കി ദിവസം നോർമലാണ്. ചില ദിവസങ്ങളിൽ എക്സ്ട്രാ വർക്കുണ്ട്. ചിലപ്പോൾ ഈ ഷൂട്ടിംഗ് ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡേ ടൈമിലും വർക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ വീക്കെൻഡ്സ് ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വേസ്റ്റായി പോകുന്ന ഒരു വിൻഡോയെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നു. മിക്ക ദിവസങ്ങളും 4 മുതൽ 7:30 വരെ, അല്ലെങ്കിൽ 4 മുതൽ 6:30 വരെയുള്ള ടൈം ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്പർ 6, കംഫർട്ട് അഡിക്ഷൻ. നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേബിൾ ജോലിയുണ്ട്, ഡീസൻറ്റ് സാലറി, AC ഓഫീസ്, ചിലപ്പോൾ ഫ്രീ ഫുഡ്, ഫ്രീ സ്നാക്സ്, ക്യാബ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? യു ഗെറ്റ് കംഫർട്ടബിൾ. പിന്നെ ആ കംഫർട്ട് ഒരു അഡിക്ഷനാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ റിസ്ക് എടുക്കുന്നത് നിർത്തും, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നിർത്തും, വേറെ എന്തൊക്കെ പോസിബിൾ ആണെന്ന് ചിന്തിക്കുന്നത് തന്നെ നിർത്തും. കാരണം റൈറ്റ് നൗ എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, എല്ലാം ഫൈനാണ്. പക്ഷേ ഒരു ആംബിഷ്യസ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് ഈ ഫൈൻ എന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഫൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രോ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. പക്ഷേ ഒരു ആംബിഷ്യസ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈൻ എന്ന വാക്ക് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ വെറുതെ ഉള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു 20 വർഷം കഴിഞ്ഞാലും ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ മിഡിൽ ക്ലാസ് ആയിട്ട് തന്നെ തുടരുന്നത്. ഇപ്പോഴും ചില ദിവസം വീട്ടിൽ രാവിലെ എണീക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും തോന്നില്ല, ഞാൻ കംപ്ലീറ്റ്ലി ടയർഡായിരിക്കും. പക്ഷേ ഞാൻ ഒരു റൂൾ ഉണ്ടാക്കി, മിനിമം 5 മിനിറ്റ്സ് എൻ്റെ സൈഡ് പ്രോജക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യും. ജസ്റ്റ് 5 മിനിറ്റ്. മിക്കവാറും 5 മിനിറ്റ് എന്നത് ഒരു 30 മിനിറ്റായിട്ട് മാറുന്നുണ്ടായിരിക്കും. ചില ദിവസങ്ങളിൽ അതിലും കൂടുതൽ. പക്ഷേ കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 5 മിനിറ്റ് എല്ലാ ദിവസവും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ 7, നോ അപ്സ്കില്ലിംഗ് ആഫ്റ്റർ ഓഫീസ്. ഒരു 8 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 10 മണിക്കൂർ വർക്ക് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ലേൺ ചെയ്യാൻ ആർക്കാണ് എനർജി ഉണ്ടാവുക? എനിക്കത് മനസ്സിലാവും, കാര്യം എനിക്കത് ഫീലും ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യം ഇതാണ്, നിങ്ങളുടെ കമ്പനി നിങ്ങളെ ഒരിക്കലും അപ്സ്കിൽ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ കറണ്ട് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് മാത്രമേ അവർ നിങ്ങൾക്ക് തരൂ. അല്ലാതെ നിങ്ങളുടെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും അവർ തരില്ല. നിങ്ങളുടെ കറണ്ട് സ്കിൽസും മാർക്കറ്റ് ചോദിക്കുന്ന സ്കിൽസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പില്ലേ, അത് ഓരോ വർഷം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്കിൽസ് കംപ്ലീറ്റ്ലി ഔട്ട്ഡേറ്റഡ് ആയി നിങ്ങൾ ബെഞ്ചിലാവുന്നത് വരെ നിങ്ങളോട് ആരും, നിങ്ങളുടെ മാനേജറോ നിങ്ങളുടെ കൊളീഗ്സോ TL ആരും ഒന്നും പറഞ്ഞു തരില്ല. ഞാൻ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഓട്ടോമേഷൻ പഠിക്കാൻ തുടങ്ങി. പിന്നെ AI ടൂൾസ്. ആകെ എക്സോസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് തന്നെ അറിയാം അത് അൺഹെൽത്തി ആണെന്നുള്ളത്. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട്, അങ്ങനെ കുറച്ച് 1-2 മാസങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് 5 വർഷം ഞാൻ ചെയ്തിരുന്ന അതേ റോളിൽ ഞാൻ ഇന്ന് സ്റ്റക്ക് ആവാതിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഓഫീസിൽ മാനുവൽ ടെസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നതെങ്കിലും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ട്. ആ സ്കിൽസ് എനിക്ക് ഏത് ഇൻ്റർവ്യൂവിലും കാണിക്കാനും കഴിയും. മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ഓഫീസിൽ എന്തെങ്കിലും ഒരു ടൂള് AI വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഓഫീസിലുള്ള ഡെവലപ്പേഴ്സിനേക്കാളും പ്രിഫറൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഈ 10 വർഷത്തിൽ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ട് ലേൺ ചെയ്യുന്നവരല്ലേ, അവർ എസ്കേപ്പ് ആവും ഈ റാറ്റ് റേസിൽ നിന്ന്. അല്ലാത്തവരോ അവർ ആ കംഫർട്ട് സോണിൽ തന്നെ എന്നും സ്റ്റക്കായിട്ട് നിൽക്കും. നമ്പർ 8, കമ്പാരിസൺ കൾച്ചർ. എനിക്ക് തോന്നുന്നത് എല്ലാ IT എംപ്ലോയീസിനും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണെന്നാണ്. കാര്യം ലിങ്ക്ഡിൽ നിന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജ് ഫ്രണ്ടിന് ഒരു ഓൺസൈറ്റ് കിട്ടി, നമ്മുടെ ടീമേറ്റ് പുതിയൊരു കാർ വാങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻ ഒരു 50% ഹൈക്ക് കിട്ടി, വേറൊരു കമ്പനിയിലേക്ക് ജമ്പായി, പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലായി, അവിടെ ESOP കിട്ടി. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫ് വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഞാനും ആ അവസ്ഥയിലൂടെ കടന്നു വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ ബിൽഡ് ചെയ്ത കാര്യങ്ങളൊന്നും ഒന്നും അല്ല എന്നൊരു ഫീൽ നമുക്കുണ്ടാകും. കാരണം മറ്റാരോ നമ്മളെക്കാളും നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ. പക്ഷേ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, കമ്പാരിസൺസ് ഒരിക്കലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല, അത് നമ്മളെ തളർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്ലാനിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് തന്നെ നിർത്തും. കാരണം മറ്റൊരാളുടെ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഇതിലെ വേഴ്സ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയാമോ?
ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രോഗ്രസ്സസ് എഴുതി വയ്ക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ബിൽഡ് ചെയ്തു, എന്ത് പഠിച്ചു, ആൻഡ് എന്തിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു സ്വന്തം ലിസ്റ്റ്. അത്തരത്തിലുള്ള ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന ആ ഒരു കാര്യം നിർത്തും. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ഫോണിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, ലിങ്ക്ഡിൻ ഇല്ല, എക്സ് ഇല്ല. പക്ഷേ എൻ്റെ PC-യിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എൻ്റെ സിമ്പിളായിട്ടുള്ള റൂൾ ഇതാണ്: കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കമ്പാരിസൺ കൾച്ചർ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അൺഇൻസ്റ്റാൾ എവറിത്തിങ് ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം റൈറ്റിംഗ് യുവർ ഓൺ പ്രോഗ്രസ്. നമ്പർ 9, ഡിലേയിങ് റിസ്ക് ടേക്കിംഗ്. ഞാൻ അടുത്ത വർഷം തുടങ്ങാം, എൻ്റെ EMI ഒന്ന് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാവാം, കുട്ടി ഒന്ന് കുറച്ചുകൂടി വലുതായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ക്യാഷ് സേവ് ചെയ്തിട്ട് തുടങ്ങാം. ഇപ്പോഴും ഇതൊക്കെ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാരണങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് വേണ്ടാത്ത റിസ്ക് എടുക്കുന്നതിനെ പറ്റിയിട്ടില്ല, ഞാൻ പറയുന്നത് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ്സിനെ കുറിച്ചിട്ടാണ്. അതായത് പുതിയൊരു സ്കില്ല് പഠിക്കുക, ഒരു സൈഡ് പ്രോജക്റ്റ് തുടങ്ങുക, രണ്ടാമതൊരു ഇൻകം സോഴ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഡിലേ ചെയ്യുന്ന ഓരോ വർഷവും നിങ്ങൾക്ക് തുടങ്ങാനുള്ള കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫിനാൻഷ്യലി മാത്രമല്ല, മെന്റലി. കാരണം ഒരു 25-ാമത്തെ വയസ്സിൽ എന്തെങ്കിലും തുടങ്ങാവുന്നത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ 30-ാമത്തെ വയസ്സിൽ അതൊരു റിസ്കി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. 35 വയസ്സാകുമ്പോൾ അത് നമുക്കൊരു പേടിയാവും. 40 ആകുമ്പോൾ അത് ഇമ്പോസിബിൾ ആയിട്ട് തോന്നും. ആക്ച്വലി 40 എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു പ്രായമൊന്നും ആയിരിക്കില്ല, പക്ഷേ നമുക്ക് മെൻ്റലി അങ്ങനെ തോന്നും. ആ ഒരൊറ്റ ഫീൽ കാരണമാണ് മിക്കവരും ഇവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. നമ്പർ 10, നോ ലോങ് ടൈം പ്ലാൻ. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും റൂട്ട് കോസ് ഇതാണ്. മിക്ക IT എംപ്ലോയീസിനും അവരുടെ അടുത്ത അപ്രൈസലിനപ്പുറം യാതൊരു പ്ലാനും ഉണ്ടാവില്ല. ചിലപ്പോൾ അടുത്ത ഹൈക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ജോബ് സ്വിച്ച്, അതുമല്ലാന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തണം? സാലറിയുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ സ്കിൽസിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇൻകം സോഴ്സസിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൻ്റെ കാര്യത്തിൽ. ഇതിനൊന്നും നിങ്ങളുടെ കയ്യിൽ ശരിക്കുള്ള ഒരു ഉത്തരവില്ലാന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. എനിക്കൊരു പ്ലാനുണ്ട്. അടുത്ത 3 മാസത്തിൻ്റെ, അടുത്ത 1 ഇയറിൻ്റെ, അടുത്ത 5 വർഷത്തിൻ്റെ, അടുത്ത 10 വർഷത്തിൻ്റെ. ഞാൻ അതിലൊക്കെ ഞാൻ എവിടെ എത്തും എന്നുള്ളത് ഏകദേശം ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷേ അത് എക്സിസ്റ്റിംഗ് ആണ്. എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എണീക്കാൻ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരിക്കും. അതിന് കാരണം ഇത്തരത്തിലുള്ള ഒരു ലോങ് ടൈം പ്ലാനാണ്. സോ AI വെച്ചിട്ട് നിങ്ങൾക്കിത് പ്ലാൻ ചെയ്യാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ് ഒരു ലോങ് ടൈം പ്ലാൻ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്ത് തരും. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഇതൊക്കെ പറയുന്നത് എല്ലാം തികഞ്ഞൊരു പെർഫെക്റ്റ് പൊസിഷനിൽ നിന്നിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ഇതെല്ലാം ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ബിൽഡ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അതും എൻ്റെ വർക്കിനിടയിൽ തന്നെ. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഇത്തരം പാറ്റേൺസ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരിക്കൽ നമ്മൾ ഇതെല്ലാം കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് കാണാതിരിക്കാൻ പറ്റില്ല. ഇതിലൊരു 2-3 കാര്യങ്ങളെങ്കിലും ഇന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ലൊരു സ്റ്റാർട്ടാണ്. കാരണം അവയർനെസ് ആണ് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് മാറാൻ കഴിയുമോ എന്നതല്ല ഇവിടുത്തെ ചോദ്യം, നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുമോ എന്നാണ്. സോ ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു എഞ്ചിനീയർ ആവാം, മേ ബി ടെസ്റ്റർ ആവാം, ഡെവലപ്പർ ആവാം, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് കണ്ടു.